നമസ്കാരം. വരപ്രസാദം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 ജയ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ഏകാദശി വ്രതമെടുത്ത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നത് കുടുംബ അഭിവൃദ്ധിക്ക് അത്യുത്തമമാണ്. ജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ഐശ്വര്യം നിറഞ്ഞ ജീവിതം ഉണ്ടാവുകയും ചെയ്യുന്നു. ജയ ഏകാദശി, ഭൂമി ഏകാദശി, ഭീഷ്മ ഏകാദശി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 2025 ജയ ഏകാദശി വരുന്നത് ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ചയാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 7 രാത്രി 9:26 ഫെബ്രുവരി 8 രാത്രി 8:15 ഏകാദശി തിഥി അവസാനിക്കുന്നു. മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ജയ ഏകാദശി ഭക്തിപൂർവ്വം ആചരിക്കുന്നവർക്ക് ഒരിക്കലും പ്രേത ശരീരം സ്വീകരിക്കേണ്ടി വരില്ല. അവർ 1000 വർഷം സ്വർഗത്തിൽ വസിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വ്രതം ആചരിക്കുന്നത് ദുഷ്ടപ്രവണതകളെയും ഭൗതിക ആസക്തികളെയും മറികടക്കാൻ വ്യക്തികളെ സഹായിക്കുന്നു. മാനസിക സംഘർഷങ്ങളെല്ലാം അകലുന്നു. എല്ലാവിധത്തിലുള്ള ബാധാദോഷങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ശാപദോഷങ്ങൾ അകലുന്നു. നമ്മൾ അനുഭവിക്കുന്ന രോഗപീഠകളും കഷ്ടപ്പാടുകളുമൊക്കെ മുജ്ജന്മ പാപഫലങ്ങളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജയ ഏകാദശി വിധിപ്രകാരം അനുഷ്ഠിക്കുന്നതിലൂടെ മുജ്ജന്മ പാപങ്ങളൊക്കെ അകന്ന് രോഗപീഠകളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഏകാദശി വ്രതമെടുക്കുന്നവർ ദശമി ദിവസമായ ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളോ പാലോ കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം ആവശ്യമുള്ള തുളസി ഇല പറിച്ചു വയ്ക്കണം. കാരണം ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ തുളസി ഇല പറിക്കാൻ പാടില്ല. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ്. ഏകാദശി ദിവസം രാവിലെ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ചൊല്ലുക. അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല, നെയ്വിളക്ക്, തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. പകലുറക്കം പാടില്ല. ബ്രഹ്മചര്യം പാലിക്കണം. ഏകാദശി ദിവസം മുജ്ജന്മ പാപദോഷശാന്തി ലഭിക്കുന്നതിനായി നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷം പാരായണം ചെയ്യാവുന്നതാണ്. ഭൂമിയിൽ മുഴുവൻ വിഷ്ണു ചൈതന്യം വ്യാപിക്കുന്ന ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് 2:36 മുതൽ രാത്രി 2:06 വരെയാണ്. ഈ സമയത്ത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ദ്വാദശി ദിവസമായ ഫെബ്രുവരി 9 രാവിലെ 7:04 9:17 ഇടയ്ക്ക് തുളസീ തീർത്ഥം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.